പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇനി വരാൻ പോകുന്ന 50 ദിനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മൾ വലിയ നോമ്പിന്റെ 50 ദിനങ്ങളാണ്. ആണ്ടുവട്ടത്തിലെ ഈ 50 ദിനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മളെ വിളിക്കുന്നത് അനുതാപത്തിന്റെ വലിയ നോമ്പെന്നാവാം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കുറേ കൂടെ നേരം ഈശോയുടെ കൂടെ ഇരിക്കാൻ, കുറച്ചുകൂടെ ഈശോയെ കേൾക്കാൻ, കുറച്ചുകൂടെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാനൊക്കെ ആയിട്ട് നമുക്ക് തിരുസഭ നൽകുന്ന 50 ദിനങ്ങളാണ്. ഒരു കഥ ഞാൻ ഓർത്തു പോകുന്നു. ഒരിക്കല് ഒരു ഗ്രാമത്തിന്റെ ഗ്രാമോത്സവം നടക്കുകയാണ്. അപ്പോൾ ഗ്രാമോത്സവം ഓരോ വർഷവും നടത്തുമ്പോൾ ഓരോരോ മത്സരങ്ങൾ നടത്തും. വിജയിയായവർക്ക് സമ്മാനം കൊടുക്കും. ആ വർഷം നടത്തിയ മത്സരം എന്ന് പറയുന്നത് ചിത്രരചനാ മത്സരമാണ്. ഗ്രാമത്തലവൻ ഒരു വലിയ ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ എല്ലാ കലാകാരന്മാരും ഒരുമിച്ച് കൂടുന്നു. ആ വർഷം ഇവർക്ക് നൽകപ്പെട്ട വിഷയം, ചിത്രരചനാ മത്സരത്തിനായിട്ട് നൽകപ്പെട്ട വിഷയം പാപം എന്ന വിഷയമാണ്. ഓരോ വളരെ പേരുകേട്ട കലാകാരന്മാർ മുതൽ വളരെ കുഞ്ഞുങ്ങളായ കലാകാരന്മാർ വരെ നിങ്ങളെ പോലുള്ളവര് മനോഹരമായ ചിത്രം വരയ്ക്കുകയാണ് പാപത്തിന്റെ ഇതിവൃത്തം അനുസരിച്ച്. പക്ഷെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വർഷം സമ്മാനം കിട്ടിയത് 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി വരച്ചൊരു പടമാണ്. അവൾ വരച്ച ഇങ്ങനെയാണ്: ഒരു വലിയൊരു മല, അതിൽ നിന്ന് പടിയിറങ്ങുന്ന അവളുടെ തന്നെ ചിത്രം. എന്നിട്ട് അവൾ അടിയിൽ കുറിച്ചു വെച്ചു, പടിയിറങ്ങലാണ് പാപം. സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്. നമുക്കറിയാം, പറുദീസ മുതൽ നല്ലപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇളയ മകൻ വരെ പടിയിറങ്ങിപ്പോയവരാണ്. ഈ നോമ്പിന്റെ ദിനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് തിരിച്ചു നടക്കാനാണ്. ഒരു അസെൻഡിങ് പ്രോസസ്, തിരിച്ചു നടക്കുക. ഈ തിരിച്ചു നടക്കുക എന്ന് പറയുമ്പം അതിനെ നമ്മൾ വിളിക്കുന്നത് അതിജീവനം എന്നാണ്. പല കാര്യങ്ങളെയും തരണം ചെയ്തിട്ടേ നമുക്ക് തിരിച്ചു നടക്കാൻ പറ്റുള്ളൂ. ഈ നോമ്പിന്റെ 50 ദിവസങ്ങൾ ഒരു സർവൈവൽ ഡേയ്സ് ആണ്, അതിജീവനത്തിന്റെ ദിവസമാണ്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, എത്ര ദൂരം ഞാൻ അകന്നുപോയി, അത്ര ദൂരം ഞാൻ തിരിച്ചു നടക്കണം. അപ്പോൾ എത്ര ദൂരം ഞാൻ അകന്നുപോയി എന്ന തിരിച്ചറിവെന്ന് പറയുന്നത് ഒരു ആത്മപരിശോധനയാണ്. അതൊരു സെൽഫ് അവയർനെസ് ആണ്. അപ്പം അതുകൊണ്ട് ഈ 50 ദിനങ്ങളും ഞാൻ പോയ ദൂരം മനസ്സിലാക്കി അതിന് തത്തുല്യമായ തിരിച്ചു നടപ്പ് നമ്മളോട് ആവശ്യപ്പെടുന്ന, ഡിമാൻഡ് ചെയ്യുന്ന 50 ദിവസങ്ങളാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. അമേരിക്കയിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഫുൾട്ടൻ ജെഷീൻ. അദ്ദേഹം ഒരു വാഗ്മിയായിരുന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു പുസ്തകമാണ് ലെൻറ്റ് ആൻഡ് ഈസ്റ്റർ വിസ്ഡം. അതിൽ അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു കാര്യം, ഈ നോമ്പിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് ക്രയവിക്രയങ്ങളുടെ നഗരമായ, പട്ടണമായ, കച്ചവടത്തിന്റെ പട്ടണമായ ജെറീക്കോയിൽ നിന്ന് ദൈവത്തെ മണക്കുന്ന ജെറൂസലേമിക്കുള്ള തിരിച്ചു നടപ്പാണ്. നമുക്കറിയാം, ഈ മാർക്കറ്റിൽ നടക്കുന്നത് ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, ലാഭം, നഷ്ടം, അതോടൊപ്പം തന്നെ യൂട്ടിലിറ്റി, ഉപയോഗമൊക്കെയാണ്. അപ്പം അങ്ങനെയൊരു നഗരമായ ജെറീക്കോയിൽ നിന്ന് ദൈവം മാത്രം വസിക്കുന്ന, ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുന്ന നഗരത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കാനാണ് ഈ ഫുൾട്ടൻ ജെഷീൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഈ നോമ്പുകാലത്ത് സൂക്ഷിക്കാം. ഈ ലോകത്തിലെ കൊടുക്കൽ വാങ്ങലുകളിൽ നിന്ന്, ലോകത്തിലെ ലാഭനഷ്ട കണക്കുകളിൽ നിന്ന്, ഈ ലോകത്തിലെ വിജയപരാജയങ്ങളിൽ നിന്ന് ഈശോയിലേക്ക് നടക്കാനുള്ള ഒരു 50 ദിനങ്ങളായിട്ട് ഈ അതിജീവനത്തിന്റെ ഈ ഒരു യാത്രയെ നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് ചേർത്ത് ചിന്തിക്കാം. നമുക്ക് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈശോയ്ക്ക് കിട്ടുന്ന 3 പ്രലോഭനങ്ങൾ നമുക്ക് അതിജീവനത്തിന്റെ ഒരു മടക്കയാത്രയാണ്. ഒന്ന്, നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയുക. അപ്പം, ഭക്ഷണം രുചിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ നമ്മുടെ ഈ നോമ്പ് ദിനങ്ങളിൽ രുചിയെക്കുറിച്ച്, നമ്മുടെ രുചികൾ എന്തൊക്കെയാണ്? നമുക്ക് ചില വ്യക്തികളോട് അമിതമായ ഇഷ്ടം, അത് രുചിയാണ്. ചില സംസാര രീതികളോട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതി, ചില പ്രവൃത്തി, മറ്റുള്ളവരെ പരിഗണിക്കാതെ അവരുടെ സൽപ്പേര് കളയുന്ന പ്രവൃത്തികൾ, ചിലപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ, നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നതിൻ്റെ രുചികൾ, അതൊക്കെ ഒരു ഇഷ്ടമാണ്, അമിത ഇഷ്ടങ്ങളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇടവയിലൊക്കെ ചോക്ലേറ്റ്സ്, അത് രുചിയാണ് അവർക്ക്, അത് മാറ്റി വയ്ക്കുക. അങ്ങനെ രുചികളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട അതിജീവനം. അപ്പം നമ്മുടെ ഇഷ്ടമുള്ള, അതായത് അമിതമായി നമ്മളെ അടിമപ്പെടുത്തുന്ന രുചികളിൽ നിന്ന് നമ്മൾ അതിജീവിക്കണം ഈ നോമ്പ് കാലത്ത്. രണ്ടാമത് അധികാരത്തെയാണ്. പിശാച് തൻ്റെ അധികാരത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈശോയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമുക്കൊക്കെ കൊച്ചു കൊച്ചു അധികാരമുണ്ട്. ഇപ്പം ഞാൻ വികാരിച്ചനാണ്, എനിക്കൊരു ഇടവകയുടെ മേലിൽ ഒരു ശുശ്രൂഷ അധികാരമുണ്ട്, അപ്പനൊരു അധികാരമുണ്ട്, അമ്മയ്ക്കൊരു അധികാരമുണ്ട്, ടീച്ചറിന് അധികാരമുണ്ട്, അല്ലേ? എല്ലാവർക്കും കൊച്ചു കൊച്ചു അധികാരം. നിങ്ങൾക്കിപ്പോൾ ചേട്ടന് അനിയൻ്റെ മേളിലൊരു ചെറിയ
എന്താ പറയാ, ചേട്ടനടുത്ത അധികാരം, ചേച്ചിക്ക് അങ്ങനെ എല്ലാവർക്കും കൊച്ചു കൊച്ചു അധികാരങ്ങളുണ്ട്. പക്ഷെ നമുക്കൊരു പ്രോബ്ലം, ഈ അധികാരം മാത്രമുള്ള ഒരു വികാരിച്ചിനെ ആർക്കും ഇഷ്ടമല്ല, അധികാരം മാത്രമുള്ള ഒരു സിസ്റ്ററിനെ ആർക്കും ഇഷ്ടമല്ല, ഒരു കാറ്റസിൻ ടീച്ചറിനെ ആർക്കും ഇഷ്ടമല്ല. കൂടെ അഭിഷേകം ഉണ്ടാകണം. അഭിഷേകം എന്ന് പറഞ്ഞാൽ അനോയിന്റിങ്, അതിന് പ്രാർത്ഥനയാണ്. അപ്പൊ എനിക്ക് ഒരു കാര്യം ഒരു ആളോട് വിളിച്ച് പറയണം, എൻ്റെ കൈക്കാരനോട് വിളിച്ച് പറയണമെങ്കിൽ ഞാൻ ഓടിപ്പോയി പറയരുത്. ഞാൻ ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ആ സമയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒരു അപ്പന് എന്തെങ്കിലും തിരുത്ത് മകനോട് പറയാനുണ്ട്, ഓടിപ്പോയി പറയരുത്. അതിനുവേണ്ടി അഭിഷേകം നേടിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അഭിഷേകമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഒരാളെ തിരുത്താനായിട്ട് തുടങ്ങുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒരു കാറ്റഗിസം ടീച്ചറിന് ചില തിരുത്തലുകൾ കൊടുക്കേണ്ടി വരുമ്പോൾ, അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് എൻ്റെ വാക്കുകളെ രൂപപ്പെടുത്തും. ഈ കേൾക്കേണ്ട വ്യക്തിയെയും പരിശുദ്ധാത്മ രൂപപ്പെടുത്തും. അതാണ് അഭിഷേകമുള്ള ഒരു അച്ഛനായിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, അധികാരത്തെ അതിജീവിക്കുന്ന അഭിഷേകം നമുക്കുണ്ടായിരിക്കണം. ഈ നോമ്പുകാലം അതിനുള്ള തിരിച്ചറിവാണ്. അതായത് നമ്മുടെ അധികാരത്തെക്കുറിച്ച് മാത്രം, നമുക്ക് കിട്ടിയതിനെ കുറിച്ച് മാത്രം, ഉള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ അതെല്ലാം ദൈവത്തോട് ചേർത്ത് ചിന്തിക്കുക എന്നുള്ളൊരു ചെറിയൊരു ചിന്ത നമ്മൾ അതിജീവന യാത്രയിൽ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക എന്ന് പറയുന്നത്. നമ്മൾ ഗോപുര മുകളിൽ നിൽക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആത്മീയതയുടെ ഒരു ഗോപുരം നമ്മൾ പണിയാണ്. നമ്മളെപ്പോഴും നമുക്ക് നോയമ്പൊക്കെ എടുക്കുന്നു, നമ്മളിതെല്ലാം ചെയ്യുന്നു, നമ്മുടെ വീട്ടുകാർ കുറേ കൂടെ ദൈവിക വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കുന്നു. നമുക്ക് ഈ നോമ്പ് കാലത്ത് ഈ നോമ്പിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഒരുതരം ആത്മീയ അഹങ്കാരം. ഞങ്ങളിത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുക്കുന്നത്, ആ കുട്ടി എൻ്റെ കൂട്ടുകാരനെ ചെയ്യുന്നില്ല, കൂട്ടുകാരിത് ചെയ്യുന്നില്ല, അപ്പം ഞങ്ങൾ ഒരു ഫരിസൈക് മനോഭാവം, ചിലപ്പോൾ ഈ നോമ്പിന്റെ സകല ചൈതന്യവും ഇത് നമുക്ക് തകർത്ത് കളയും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ, നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നന്മ എന്ന് പറയുന്ന അവരനെ കരുതുന്ന ഒരു സ്നേഹമാണ്. അതുകൊണ്ട് അതിജീവന യാത്ര നമുക്ക് ഇന്ന് ആരംഭിക്കാം. നമുക്ക് നന്മയുടെ വഴികൾ ഒത്തിരിയേറെയുണ്ട്. അകന്നുപോയ ആ ഒരു ദൈവികതയെ നമുക്ക് തിരിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നോമ്പിൽ ചെയ്ത് തീർക്കാനായിട്ട്. 50 ദിനം വരെ അത് അതിജീവനമാക്കി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.